നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരാൾ മരണപ്പെട്ടതായിട്ടാണ്. ബാക്കി 4 പേർക്ക് പരിക്കുണ്ട്. അവർ വിവിധ ഹോസ്പിറ്റലുകളായിട്ട് ചികിത്സയിലാണ്. ഒട്ടനവധി തിരക്കുള്ള ഒരു ഹോട്ടലാണ്. അവിടെ ആ സമയത്ത് അധികം ആളുകൾ, കസ്റ്റമേഴ്സ് എത്രത്തോളം പേരുണ്ടായിരുന്നു? കസ്റ്റമേഴ്സ് എത്രത്തോളം ഉണ്ടെന്ന് അതിനെപ്പറ്റി വ്യക്തമായ ധാരണയില്ല. നിലവിൽ കിട്ടിയിരിക്കുന്ന വിവരം ഷോപ്പിലെ ജീവനക്കാരായ ആൾക്കാർക്കാണെന്നും ഇത് ഷോപ്പിലെ ബോയിലർ പൊട്ടിത്തെറിച്ചുള്ള ഒരു അപകടമാണെന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിവരം. മറ്റുള്ളവരുടെ അവസ്ഥ എങ്ങനെയാണ്? അവരുടെ പരിക്ക് അത്ര സാരമുള്ളതല്ല. ബോയിലർ തൊട്ടടുത്തിരുന്ന ആളാണ് ഇപ്പോൾ മരണപ്പെട്ടതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സുമിത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇനി ബാക്കിയുള്ളവരുടെ നില ആശുപത്രിയായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അവർ കാഷ്വാലിറ്റിയിലും വിവിധ സ്ഥലങ്ങളിലും ചികിത്സയിലാണ്, വിവിധ ഹോസ്പിറ്റലായിട്ട്. ഈ 5 പേര് ഇതര സംസ്ഥാനക്കാരാണോ അതോ മലയാളികളാണോ? എങ്ങനെ എന്തെങ്കിലും സംബന്ധിച്ചുള്ള വിവരങ്ങൾ? അതിന്റെ ഡാറ്റാസ് ലഭ്യമായിട്ടില്ല. അതെടുത്ത് വരുന്നേ ഉള്ളൂ. എന്തായിരുന്നു ഇവിടെ വന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവരെ മാറ്റാൻ കഴിഞ്ഞു അല്ലേ? ആംബുലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനം? അതെ, ആംബുലൻസ് അടക്കം ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങളും പോലീസും വളരെ പെട്ടെന്ന് എത്തുകയും ഇവരെ മാറ്റാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം ബാക്കി 4 പേരുടെ സ്ഥിതിയിൽ പുരോഗതി ഉണ്ടാവും തന്നെയാണ് നമ്മുടെ വിശ്വാസം. എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രി എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റു വശങ്ങളെല്ലാം വിശദമായി തന്നെ പരിശോധിക്കും പോലീസ്. കേസിന്റെ ആസ്പെക്റ്റിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ നമ്മൾ പരിശോധിക്കുന്നുണ്ട്.